നമ്മുടെ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളിലേക്ക് ഒരു യാത്ര. നീഡിൽ ഗാലക്സിയിലെ തന്മാത്രാവാതക രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജ്യോതിശാസ്ത്രജ്ഞരുടെ ഒരു അന്താരാഷ്ട്ര സംഘം അടുത്തിടെ നടത്തിയ നിർണായകമായ ഒരു നിരീക്ഷണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അറ്റഗാമ ലാർജ് മില്ലിമീറ്റർ, സബ് മില്ലിമീറ്റർ അറേ അഥവാ ആൽമ ഉപയോഗിച്ച് നീഡിൽ ഗാലക്സിയെക്കുറിച്ച് നടത്തിയ ഉന്നത റെസല്യൂഷൻ നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ചർച്ചാവിഷയം. ഈ നിരീക്ഷണങ്ങൾ നീഡിൽ ഗാലക്സിയിലെ തന്മാത്രാവാതകത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നൽകുന്നു. ഇത് പ്രപഞ്ച പഠനത്തിൽ നിർണായകമാണ്. എന്താണ് ഈ നീഡിൽ ഗാലക്സി? എന്തുകൊണ്ടാണ് ഇത് ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഇത്രയധികം താൽപ്പര്യമുള്ളതാകുന്നത് എന്ന് നോക്കാം. NGC 4565 എന്നാണ് ഈ ഗാലക്സിയുടെ ശാസ്ത്രീയ നാമം. ഇതിന്റെ നേർത്ത രൂപരേഖ കാരണം ഇതിനെ നീഡിൽ ഗാലക്സി എന്ന് വിളിക്കുന്നു. ഇത് ഒരു എഡ്ജോൺ സ്പൈറൽ ഗാലക്സിയുടെ ഉത്തമ ഉദാഹരണമാണ്. നീഡിൽ ഗാലക്സിയെ ക്ഷീരപഥത്തിന്റെ അഥവാ മിൽക്കി വേയുടെ ഒരു അനലോഗായി കണക്കാക്കുന്നു. കൂടാതെ ആൻഡ്രോമെഡ ഗാലക്സിയുമായി ഇതിന് നിരവധി സമാനതകളുണ്ട്. ഈ ഗാലക്സിക്ക് ഏകദേശം 176,000 പ്രകാശവർഷം വ്യാസമുണ്ട്. കൂടാതെ ഭൂമിയിൽ നിന്ന് ഏകദേശം 39 ദശലക്ഷം പ്രകാശവർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആൽമ ഈ ഗാലക്സിയെ പഠിക്കാൻ തെരഞ്ഞെടുത്തത്? അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഓഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗ്രേസ് ക്രാമിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ജ്യോതിശാസ്ത്രജ്ഞരാണ് ആൽമ ഉപയോഗിച്ച് ഈ നിരീക്ഷണങ്ങൾ നടത്തിയത്. ഇന്റർസ്റ്റെല്ലാർ മീഡിയത്തിലെ തന്മാത്രാവാതകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇവർ പഠനം നടത്തിയത്. 12CO 221, 13CO 221 എന്നിവയുടെ ഉയർന്ന റെസല്യൂഷൻ നിരീക്ഷണങ്ങളാണ് അവതരിപ്പിച്ചത്. നക്ഷത്ര രൂപീകരണം, ഗാലക്സിയുടെ പരിണാമം, വാതകത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള സൈക്ലിംഗ് എന്നിവ മനസ്സിലാക്കാൻ ഇത്തരം പഠനങ്ങൾ വളരെ പ്രധാനമാണ്. ഈ നിരീക്ഷണങ്ങളിലൂടെ ലഭിച്ച പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നീഡിൽ ഗാലക്സിയെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ വികസിപ്പിക്കുന്നു. നീഡിൽ ഗാലക്സിയുടെ വളയത്തിനുള്ളിൽ വളരെ കുറഞ്ഞ തന്മാത്രാവാതകം മാത്രമേയുള്ളൂ എന്ന് നിരീക്ഷണങ്ങൾ കണ്ടെത്തി. ഇതിനെ തുടർന്ന് തന്മാത്രാ ഹൈഡ്രജൻ ആധിപത്യം പുലർത്തുന്ന ഒരു ഡിസ്കും പുറത്ത് ഹൈഡ്രജൻ അയഡൈഡ് ബാഹ്യ ഡിസ്കും കാണപ്പെടുന്നു. നീഡിൽ ഗാലക്സിയുടെ തന്മാത്രാ ഡിസ്ക് നേർത്തതാണ്. കൂടാതെ വർദ്ധിക്കുന്ന ആരത്തിനനുസരിച്ച് കുറഞ്ഞ ലംബമായ ഫ്ലെയറിംഗ് മാത്രമേ ഇതിന് സംഭവിക്കുന്നുള്ളൂ. ജയന്റ് മോളിക്യുലാർ മേഘങ്ങൾ GMCS ഗാലക്സിയുടെ പ്രധാന അക്ഷവുമായി യോജിച്ചു നിൽക്കുന്നതായി കണ്ടെത്തി. അവയുടെ വലുപ്പം, വേഗത, സാന്ദ്രത എന്നിവ മറ്റ് ഗാലക്സികളിലെ GMCകളുമായി സാമ്യമുള്ളതാണ്. ഈ നിരീക്ഷണങ്ങളിൽ ഗാലക്സിയുടെ വളയത്തിൽ ഒരു പ്രധാന നക്ഷത്ര രൂപീകരണ കേന്ദ്രം കണ്ടെത്തുകയുണ്ടായി. ഇതിനെ ഈസ്റ്റ് റിംഗ് പൈലപ്പ് എന്നു പേരിട്ടു. ഈ മേഖലയിൽ തന്മാത്രാവാതകത്തിന്റെ ഉയർന്ന സാന്ദ്രതയുണ്ട്. ഇത് ശക്തമായ നക്ഷത്ര രൂപീകരണ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു. ഈസ്റ്റ് റിംഗ് പൈലപ്പിൽ ജൂൾ എന്നു പേരിട്ട ഒരു ഒതുങ്ങിയ പ്രദേശം ഉൾപ്പെടുന്നു. ഇത് ലോക്കൽ ഗ്രൂപ്പിലെ 30 ഡൊറാഡസിനെ പോലെ ഉയർന്ന സാന്ദ്രതയുള്ള ഒരു നക്ഷത്ര രൂപീകരണ കേന്ദ്രമാണ്. നീഡിൽ ഗാലക്സിയെക്കുറിച്ചുള്ള ഈ പുതിയ കണ്ടെത്തലുകൾ നക്ഷത്ര രൂപീകരണത്തെയും ഗാലക്സികളുടെ പരിണാമത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകൾക്ക് കൂടുതൽ ആഴം നൽകുന്നു. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഇനിയും ഒരുപാട് നമുക്കായി കാത്തിരിക്കുന്നു.